അങ്ങനെ ഗോൾഡ്സ്റ്റീൻ എന്ത് ചെയ്തു? കനാൽ റേസിൻ്റെ എല്ലാ പ്രത്യേകതകളും പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു? ഇത് പോസിറ്റീവ് ചാർജ് ആണെന്നും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ട്രാവൽ ചെയ്യുന്നതെന്നും കണ്ടുപിടിച്ചു. ഈ കനാൽ റേസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഡിസ്ചാർജ് ട്യൂബിൽ ഏത് തരത്തിലുള്ള മെറ്റലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗ്യാസ് ആണ് എടുക്കുന്നത്, അതിനനുസരിച്ച് എന്ത് മാറും? കനാൽ റേസിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. നേരത്തെ ഇലക്ട്രോൺസിന് എന്ത് പറഞ്ഞിട്ടില്ല? അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞില്ല. പക്ഷേ കനാൽ റേസ് അല്ലെങ്കിൽ നമ്മുടെ ആനോഡ് റേസ് എങ്ങനെയാണ്? ഈ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതൊരു തരത്തിലുള്ള ഗ്യാസ് ആണോ, ഏത് മെറ്റലാണോ, അതിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? കനാൽ റേസിൻ്റെ പ്രത്യേകതകളും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾ ഏത് ഡിസ്ചാർജ് ട്യൂബിൽ നിന്നാണ് ലഭിച്ചത്? ഹൈഡ്രജനിൽ നിന്നാണ് ലഭിച്ചത്. ഏത് ഡിസ്ചാർജ് ട്യൂബിൽ നിന്നാണ് കിട്ടിയത്? ഹൈഡ്രജൻ നിറച്ചിരിക്കുന്ന ഡിസ്ചാർജ് ട്യൂബിൽ നിന്നാണ് സ്മോളസ്റ്റ് ആയിട്ടും ലൈറ്റസ്റ്റ് ആയിട്ടുമുള്ള പാർട്ടിക്കിൾസ് ലഭിച്ചത്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഏണസ്റ്റ് റൂദർഫോർഡ് എന്ത് ചെയ്തു? ഇവരെ പ്രോട്ടോൺ എന്ന് പേരിട്ടു. അപ്പം ഇങ്ങനെയാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ നടന്നിരിക്കുന്നത്. നമ്മൾ 2 or 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 4 പോയിൻറ്റോ 5 പോയിൻറ്റോ എഴുതേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ എഴുതണം? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ Eugene Goldstein. It was performed in a discharge tube experiment. They are also known as canal rays. As it originates from anode, it is also known as anode rays. The canal rays depend upon the gases and the electrodes in the discharge tube. The smallest and lightest positive charge is obtained from the discharge tube contained in hydrogen. Ernest Rutherford discovered this particle later and named it as proton. ഇതിൽ നിന്ന് ഈ പറഞ്ഞ ഇത്രയും പോയിന്റിൽ നിന്ന് 3-4 പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോട്ടോണിനെ പറ്റി എന്തൊരു ചോദ്യം ചോദിച്ചാലും നമുക്കതിൻ്റെ ഉത്തരം എഴുതി വെക്കാൻ പറ്റും. ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് എങ്ങനെയാണ്, പ്രോട്ടോൺസ് എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ആറ്റത്തിൻ്റെ ഒരു മോഡൽ കൊണ്ടുവന്ന ആദ്യത്തെ മോഡൽ ഓഫ് ആറ്റമാണ് എന്തെന്ന് പറയുന്നത്? പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. ആദ്യത്തെ മോഡലാണ്. വാട്ട് ഈസ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം? പ്ലം പുഡിംഗ് മോഡൽ എന്താണ്? ഇനി അതിനെപ്പറ്റി പറയാം. ആരാണ് പ്ലം പുഡിംഗ് മോഡൽ പ്രപ്പോസ് ചെയ്തത്? ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ആരാണ് പ്ലം പുഡിംഗ് മോഡൽ പ്രപ്പോസ് ചെയ്തത്? ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഈ പ്ലം പുഡിംഗ് മോഡലിനെ നമുക്ക് വാട്ടർമെലൻ മോഡൽ എന്നും വിളിക്കാം. ഒന്ന് നോക്ക്, വാട്ടർമെലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് പാർട്ടിനെ പ്രോട്ടോൺസ് ആയിട്ടും അതിൻ്റെ മുകളിൽ ആ സീഡ്സിനെ ഇലക്ട്രോൺസ് ആയിട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം കൺസിഡർ ചെയ്തത്. അപ്പം നമ്മളുടെ ഈ പ്ലം പോലെ ആ പ്ലം കേക്കിനകത്ത് റൈസിൻസും നട്ട്സും ഒക്കെ ഇരിക്കുന്നത് ഇലക്ട്രോൺസ് ആയിട്ടും ആ കേക്കിനെ പ്രോട്ടോൺസ് ആയിട്ടുമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, the negatively charged electrons are embedded in positively charged sphere. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിട്ടിരിക്കുന്ന സ്ഫിയറിൻ്റെ മുകളിലേക്ക് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്തിരിക്കുന്നു? എംബഡഡ് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒട്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. The total number of positive charge and negative charge in the sphere will be equal. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അദ്ദേഹം പറഞ്ഞ പ്രപ്പോസ് ചെയ്ത ഈ പ്ലം പുഡിംഗ് മോഡലിൻ്റെ ഒരു പോയിൻ്റാണ്, ഒരു മെയിൻ പോയിൻ്റാണ് എന്ത്? ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് ആര് പറഞ്ഞു? ജെ തോംസൺ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ആറ്റത്തിൻ്റെ ആ ഒരു മോഡല് കുറച്ച് പല സയൻറ്റിസ്റ്റുകളുടെ കുറേ കണ്ടുപിടുത്തങ്ങളൊന്നും
പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു, ഈ മോഡലിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഏറ്റവും ആദ്യത്തെ ഡിസ്കവറി ആയതുകൊണ്ടും ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു മോഡൽ ആയതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റി പഠിച്ചേ പറ്റൂ. അപ്പോൾ എന്താണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്? ഒരു പ്ലമ്മിനകത്ത് റേസിൻസ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ, ഇപ്പോൾ പ്രോട്ടോൺ ആയിട്ടുള്ള ഭാഗത്തെ സ്പിയർ ആയിട്ടും അതിൻ്റെ മുകളിലുള്ള ഇലക്ട്രോൺസിനെ റേസിൻസ് ആയിട്ടും കണക്കാക്കി ആര് പ്രപ്പോസ് ചെയ്ത ഒരു മോഡലാണ്? ജെ തോംസൺ പ്രപ്പോസ് ചെയ്ത മോഡലാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മോഡലിലെ പ്രത്യേകത എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മളുടെ സ്ഫിയർ ഇലക്ട്രിക്കലി, അല്ലെങ്കിൽ നമ്മളുടെ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു.